ഹലോ ഹലോ, ഇത് ഞാനാണ്, അർച്ചന. എന്താ മുണ്ടയില്ലേ? ഹലോ. ചേച്ചി ഈ വീട്ടിലുള്ള എല്ലാരെയും പറ്റിച്ചു, പക്ഷെ എന്നെ പറ്റിക്കാനാവില്ല. ഞാൻ ആരെയും പറ്റിച്ചില്ല, എന്നെ തന്നെ വഞ്ചിക്കായിരുന്നു. ഷർട്ടിന്റെ കോളർ ശരിയാക്കിയിടും. ഓ, താമസിച്ചുപോയി. അമ്മേ, നല്ല ഒന്നാന്തര സിനിമ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പോയി ഡ്രസ് മാറ്റി. അർച്ചനെ, ഇവിടെ വരൂ. നിങ്ങൾ വെളിയിൽ പോയിരുന്നപ്പം നിന്റെ അമ്മായി ഇവിടെ വന്നിരുന്നു. അമ്മായിയോ? ഈ താക്കോൽ നിന്നെ തരാൻ പറഞ്ഞു. ഏത് താക്കോല്? നീയാണ് ശരിയായിട്ടുള്ള ഹൗസ് വൈഫ്. സ്വന്തം താക്കോൽ കൂട്ടും കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ? ഈ താക്കോല് തരാൻ അമ്മായി എന്തിനാ ഇവിടെ വന്നത്? അവരിന്ന് വൈകുന്നേരത്തെ ട്രെയിനില് കാശിക്ക് പോവാത്രേ. ഇല്ല, അത് പാടില്ല. എന്ത് പാടില്ല? അച്ഛനെ നിൽക്കാതെ. അച്ഛനെ അവിടെ നിൽക്കും. അച്ഛനെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അച്ഛനെ അച്ഛനെ നീ പുറത്ത് കാറുണ്ടോ? ഉണ്ട്. നീ എവിടെ പോകുന്നു? ശരി, അവിടെ പോവാനെന്ന് വിളിക്ക. അച്ഛനെ അച്ഛനെ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ വരുന്നില്ല. എന്താ ഇത്ര പെട്ടെന്നൊരു വിസിറ്റ്? എന്താ കാര്യം? മുഖത്ത് നോക്കി വേണം സംസാരിക്കാൻ. എന്താ നീ പറഞ്ഞ? അമ്മായി എവിടെ? കാശിക്ക് പോയി. എന്തിന്? ഇവിടെ ജീവിക്കാൻ അസാധ്യമാണെന്ന് തോന്നിയോണ്ട്. ഇവിടെ ജീവിക്കാൻ എന്തുകൊണ്ട് അസാധ്യമാണെന്ന് തോന്നി? പ്രത്യേകിച്ചൊരു കാരണം എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അമ്മായി പോവില്ലായിരുന്നു. നിനക്ക് കുറെ കൂടെ അസൗകര്യവും ബുദ്ധിമുട്ടുമായേനെ. എനിക്കോ? പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മയ്ക്കും. നിൽക്കൂ. ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ നിങ്ങളുടെ അന്തസ്സിനെ അഭിമാനത്തിനെ വ്രണപ്പെടുത്താതിരിക്കാൻ എന്നാലാവുന്നത്ര ശ്രമിക്കായിരുന്നു. അതിന് ഞാൻ അനുഭവിച്ച മനോദുഃഖം നിങ്ങൾക്കറിയില്ല. എന്നോട് അല്പം പോലും സഹകരിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല. എന്നെ മനസ്സിലാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചില്ല. എല്ലാത്തിനും സമാധാനം കണ്ടെത്തുക എന്റെ മാത്രം ചുമതലയായിരുന്നു. എന്റെ അമ്മായിയെ വീട്ടിൽ നാട്ടി ഓടിച്ചിട്ട്
ഈ ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ത് ഞാൻ അമ്മായി ആട്ടി ഓടിച്ചെന്നോ? കള്ളം, പച്ചക്കള്ളം. ഇത് പറയാൻ നാളെങ്ങനെ പൊങ്ങി? ഞാനുള്ള സത്യം പറഞ്ഞു. മനുഷ്യന് ദേഷ്യം വരുമ്പോ ബുദ്ധി നശിക്കും. പക്ഷെ ഇത്ര അല്പനാകരുത്. നാം തമ്മിലുള്ള ബന്ധവും ഇതുപോലെ നീ പൊട്ടിച്ചെന്ന് കരുതിക്കോ. ഇനി ഈ വീട്ടിൽ നിന്നെ കാര്യമില്ല. ഹലോ, മിസ്റ്റർ സുകുമാരനാണോ സംസാരിക്കുന്നത്? അതെ, എന്റെ പേര് സുകുമാരൻ തന്നെയാണ്. അച്ഛനെ അവിടെ വന്നു? വന്നു. ഞാൻ ക്ഷണിച്ചിട്ടല്ല. എവിടെ പോകുന്നു എന്നൊരു അക്ഷരം പറയാതെയാണ് അവൾ പോകുന്നത്. ഉടനെ വന്നാ കൂട്ടിക്കൊണ്ടു പോവാം. അവന്റെ ഒരു അഹങ്കാരം, അവളെടുത്ത് പുറകെ ഓടാൻ പട്ടിയെ പോലെ. എല്ലാത്തിനും കാരണക്കാരൻ ഈ മനുഷ്യനാ. അമ്മയ്ക്ക് അച്ഛനെ കുറ്റം പറയാനേ നേരമുള്ളൂ. പറയട്ടെ, എന്നെ എല്ലാവരും ആരെ പറയാനാ? അല്ലേ ഭഗീരഥി? എന്റെ മോൾക്ക് ഒരു സമാധാനമില്ല. ഇവിടെയില്ല, അവിടെയില്ല. ഞാൻ എങ്ങനെ വളർത്തിയതാ അവളെ? നീ മാത്രമല്ലല്ലോ വളർത്തിയത്. ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ തെറ്റ് മുഴുവൻ ഞാൻ ഏൽക്കുന്നു. നിനക്ക് സമാധാനമായോ? പക്ഷേ ഒരു കാര്യം, അർച്ചനയുടെ സുഖമാണോ നീ ആഗ്രഹിക്കുന്നത്, അതോ നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് വരുത്തുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിനക്കതിന് കഴിയുമെങ്കിൽ. എനിക്കൊന്നും അറിയാം. ഞാൻ എന്റെ കുട്ടികളുടെ സുഖത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചുള്ളൂ. വരുമേ, ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്, സുഖമായി കഴിയുകയും ചെയ്തു. മോനെ വന്നേക്കും. ഞാൻ പോകും. ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കുന്ന ഭേദം അതാണ്. പിരിയുന്നതാണ് അതിലും ഭേദം. പക്ഷെ അത് നിയമമനുസരിച്ച് നടന്നോളൂ. രംഗമൊന്നും സൃഷ്ടിക്കാതെ. അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്റെ കച്ചി പോക്കറ്റിലുണ്ട്. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ മോളെ, എന്താ ഇത് പെട്ടിയൊക്കെ ആയിട്ട്? ഞാനിനി മടങ്ങിപ്പോകുന്നില്ല. അവൻ നിന്നെ ഇറക്കി വിട്ടു. ഞാനിതിന് പകരം ചോദിക്കും. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ദൈവം വരുത്തുന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചു മോളെ. കുറ്റമല്ല എന്റെ മേൽ ചാരി സ്വസ്ഥമായി ഒന്നും ഇവിടെ ഇരിക്കുകയാണല്ലേ? ഭാഗീരഥി, ഇനി ഈ വാക്കുകൾ നീ ആവർത്തിക്കുന്നു.
ഇങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എല്ലാം കളഞ്ഞിട്ട് അവളിവിടെ വന്നിരിക്കുന്നു. എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് അവളോട് പറഞ്ഞൂടെ? അവൾ എന്ത് വിചാരിക്കും? അവക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അതെ അതെ, എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ലപോലെ അറിയാം. അവൾ എന്റെ അനന്തരവളായതുകൊണ്ട് ഞാൻ പറയുകയല്ല. അർച്ചനയെ പോലെ ഒരു പെണ്ണിനെ ഇങ്ങനെ അപമാനിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അർച്ചന വന്നിട്ടുണ്ടോ? ഉണ്ട്, മടങ്ങി പോകുന്നുമില്ല. ചേച്ചി എന്താ നോക്കുന്നത്? ഞാൻ എന്റെ പഴയ ബുക്കുകളൊക്കെ നോക്കുമായിരുന്നു. ഭാരതി, ഞാൻ MA പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പരിഹാരം കാണുന്നില്ല. ഇതിൽ ഇത്രയധികം ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമല്ലേ? ശരിയാണ്, പക്ഷേ എന്റെ ഒരു കൂട്ടുകാരൻ വക്കീല് പറയായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു 3000 കേസുകൾ കോടതിയിൽ നിലവിലുണ്ടെന്ന്. അതുകൊണ്ട് ഈ 3000 പേരും അങ്ങ് തകർന്നു പോകുമെന്നാണോ ചേച്ചി പറയുന്നത്? അതല്ല രവി ഞാൻ പറയുന്നത്. അർച്ചനയുടെ ഉള്ളറിയാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്താ മോളെ കുറിച്ച് നോക്കുന്നത്? എനിക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ ഇനി അവസാനിക്കാറായില്ലേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അത് മറക്കാനെങ്കിലും അനുവദിക്കൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്ന് കരുതിയാൽ മാത്രം പോരെ. മറന്നു നീ പറഞ്ഞതുകൊണ്ടുമായില്ല. ഇതാ ചിലർ ഒപ്പിടും. ശരി, അതുകൂടി ആകാത്തത് കൊണ്ട് നിങ്ങളുടെ ആരുടെ മനസ്സുകൾ നശിക്കരുത്. That's all. ഒരേ ഒരൊപ്പ് എല്ലാ ബന്ധങ്ങളും അർത്ഥറിഞ്ഞു. കവന്നു വീഴാൻ തുടങ്ങുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളവനാണ് ഈ നാണ് നായർ. നിങ്ങളൊക്കെ എന്നെ അമ്മാവെന്നേ വിളിച്ചിട്ടുള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ കുഞ്ഞ്? എന്താ പറയണം? ഇടവും വലവും നോക്കാതെയുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കുഞ്ഞ്. ഇപ്പൊ ബോധ്യമായോ? ആയി. എനിക്ക് സന്തോഷമായി. മിസ്റ്റർ സുകുമാരൻ, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അർച്ചനയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നല്ല, ഇത്രയും നല്ല പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ചെല്ലു, വേഗം വീട്ടിൽ പോയി ഭാര്യ അഭിനന്ദിക്കൂ. യെസ് സർ. ഹലോ രാജു, ഇതെന്താ ഇത്രയധികം ഫ്രൂട്ട്സുമായിട്ട്? ഇത് അർച്ചനയ്ക്ക് കൊടുത്തേക്ക്. എന്റെ അഭിനന്ദനങ്ങളും അറിയിച്ചേക്കും. അഭിനന്ദനങ്ങളോ? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയിട്ടാണ് വരുന്നത്. അർച്ചന റാങ്കോടുകൂടി പാസ്സായി. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്.